നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൗസ് പ്രോട്ടോകോൾ വിഭാഗത്തിനെതിരെ നടപടി. പ്രോട്ടോകോൾ വീഴ്ച കണക്കിലെടുത്ത് കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതിനുള്ള മറുപടി ലഭിച്ച ശേഷം വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊരട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. കാർ തകർത്ത അക്രമികൾ വയോധികനായ പിതാവിനെയും മർദ്ദിച്ചു. കയ്പമംഗലത്ത് ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞ് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോക വോളിബോൾ വേദിയിൽ ഇനി മലയാളി വിസിൽ മുഴങ്ങും. ചൈനയിൽ നടക്കുന്ന അണ്ടർ 18 ലോക സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരം ജിബിൻ ജോർജ് നിയന്ത്രിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കൊരട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. കാർ തകർത്ത അക്രമികൾ വയോധികനായ പിതാവിനെയും മർദ്ദിച്ചു. 13-ാം വാർഡ് അംഗം സിബി തോമസ് തെക്കിനിയത്തിന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് അംഗം സിബി തോമസ് തെക്കിനിയത്തിന്റെ വീടിന് നേരെ ആക്രമണം. പൊങ്ങത്തെ വീട്ടിലെത്തിയ അക്രമികൾ കാർ അടിച്ചു തകർക്കുകയും വീട്ടിലുണ്ടായിരുന്ന വയോധികനായ പിതാവിനെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സ്കൂട്ടറിൽ എത്തിയ 3 പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിബി തോമസിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത്. സംഭവത്തിൽ മെമ്പർ സിബി തോമസ് കൊരട്ടി പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3:30 മണിക്ക് 3 ആൾ വന്ന് സിബിച്ചേൻ്റെ നമ്പർ വേണം എന്ന് ചോദിച്ചു. ഗേറ്റ് തുറന്ന് ഞാൻ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഒരാൾ മാത്രം ഒരു ബൈക്ക് വന്നു, സ്കൂട്ടർമാർ, മഞ്ഞ സ്കൂട്ടർ. നമ്പർ 42 അപ്പോൾ അവർ അത് കഴിഞ്ഞ് വീണ്ടും ഒരാൾ തനിച്ച് വന്നിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോഴേക്കും അവർ ഹെൽമെറ്റ് കൊണ്ട് കാർമ അടിച്ചു. അത് കഴിഞ്ഞ് വേറെ വലിയ കല്ലെടുത്ത് കാർമ ഫ്രണ്ട് ചില്ലുമ്മ തട്ടി. അപ്പോഴേക്ക് ഞാൻ അന്ന് കയറി പിടിച്ചു. ഞങ്ങൾ പിടിച്ച് മറന്നു. അത് കഴിഞ്ഞ് വേറെ കല്ലെടുത്ത് വന്ന് ഇതിൻ്റെ സൈഡിൽ ചില്ലി ഇടിച്ച് തകർത്തു. പിന്നെ വേറെ കല്ലെടുത്ത് വീണ്ടും എറിഞ്ഞു. ആൾക്ക് തീർപ്പുണ്ട്. അപ്പം സംഭവം അപ്പം തന്നെ ആൾ പോവുകയും ചെയ്തു. 2 മിനിറ്റോട് കഴിഞ്ഞപ്പോൾ അത് പോയി. മീഡിയ ടൈം, കൊരട്ടി. കയ്പമംഗലത്ത് ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞ് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30 അപകടം. കയ്പമംഗലം 12 ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30 സംഭവം. NH നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ വിതരണം ചെയ്യാനായി പോയിരുന്ന മിനി ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കു ഭാഗത്തു നിന്നെത്തിയ ടാങ്കർ 12 സെന്ററിന് സമീപത്തെ റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് ടാങ്കറിലുണ്ടായിരുന്ന ഡീസൽ റോഡിലേക്ക് ഒഴുകി. വിവരമറിഞ്ഞ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് മറിഞ്ഞ ടാങ്കർ ഉയർത്തി മാറ്റി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ലോക വോളിബോൾ വേദിയിൽ ഇനി മലയാളി വിസിൽ മുഴങ്ങും. ചൈനയിൽ നടക്കുന്ന അണ്ടർ 18 ലോക സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരം നിയന്ത്രിക്കാൻ മലയാളിയായ ജിബിൻ ജോർജിന് അവസരം ലഭിച്ചു. ലോക വോളിബോളിൽ കേരളത്തിന് അഭിമാന നേട്ടം. ചൈനയിലെ
ഷാങ്ലുവോയിൽ ജൂലൈ 1 മുതൽ 10 വരെ നടക്കുന്ന അണ്ടർ 18 ലോക സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മലയാളിയായ ജിബിൻ ജോർജ് എം റഫറിയായി മത്സരം നിയന്ത്രിക്കും. ഏകദേശം 30ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുടെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിച്ച ഏക മലയാളിയാണ് ജിബിൻ. ഈ നേട്ടത്തിൽ കായികമന്ത്രി OJ ജനീഷ് ജിബിനെ അഭിനന്ദിച്ചു. 2016 മുതൽ ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ ജിബിൻ മുൻ ദേശീയ വോളിബോൾ താരമാണ്. പരിശീലകൻ എന്ന നിലയിലും നിരവധി ദേശീയ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. 2008 സംസ്ഥാന റഫറി പാനലിലേക്കും 2015 ദേശീയ വോളിബോൾ റഫറി പാനലിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ജിബിൻ സീനിയർ നാഷണൽ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് ഉൾപ്പെടെ നിരവധി ദേശീയ മത്സരങ്ങളിൽ റഫറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 2025 ദേശീയ സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ കേരള വനിതാ ടീമിന്റെ മാനേജറായും പ്രവർത്തിച്ചു. 2024 2025 ഉത്തർപ്രദേശിൽ നടന്ന ദേശീയ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരം നിയന്ത്രിച്ച ഏക മലയാളിയും ജിബിനാണ്. നാഗ്പൂർ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ നേവിയിൽ 3rd ഓഫീസറായി സേവനമനുഷ്ഠിച്ച ജിബിൻ മധ്യകേരളത്തിലെ വള്ളം കളിയുടെ സ്റ്റാർട്ടറായും ഗോതുരുത്ത് SAC ക്ലബിന്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. ഗോതുരുത്ത് മട്ടക്കൽ വീട്ടിൽ പരേതരായ ജോർജിന്റെയും ശാന്തയുടെയും മകനാണ് ജിബിൻ ജോർജ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 90ാം പിറന്നാളിൽ വിദ്യാലയത്തിന് വേറിട്ടൊരു സമ്മാനം. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിലെ മുൻ അധ്യാപകൻ അലോഷ്യസ് മാസ്റ്റർ സ്കൂളിന് ആധുനിക ചിൽഡ്രൻസ് പാർക്ക് സമ്മാനിച്ചു. താൻ പഠിപ്പിച്ച വിദ്യാലയത്തോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ച് മാതൃകയായിരിക്കുകയാണ് മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിലെ മുൻ അധ്യാപകൻ അലോഷ്യസ്. തന്റെ 90ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫാദർ വർഗീസ് ചക്കാലക്കൽ ചിൽഡ്രൻസ് പാർക്ക് വിദ്യാലയത്തിന് അദ്ദേഹം സമർപ്പിച്ചു. പാർക്കിന്റെ ഉദ്ഘാടനം ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ഇവിടെ മലയാളം മീഡിയമായിരുന്നു. ഈ മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ന് ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച് ധാരാളം ഭാഷകൾ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കും സാധ്യമാകും എന്നുള്ള ഒരറിവ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോരുത്തർക്കും നൽകുകയാണ്. അപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ദൈവം വളർത്തിക്കൊണ്ടുവരും എന്നുള്ളതിൽ ഒട്ടും സംശയമില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ അലോഷ്യ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു സംഭവം ഇതാണ്. 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് ഭാർഗവി ടീച്ചറായിരുന്നു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളിസ്ഥലങ്ങൾ അനിവാര്യമാണെന്നും അലോഷ്യസ് മാസ്റ്ററുടെ സ്നേഹസമ്മാനം വരും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്റ്റർ സീമ VJ, അധ്യാപക പ്രതിനിധി ബീന CA, OSA പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ, PTA പ്രസിഡന്റ് സ്മിത സാദിഖ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു സുവർണാധ്യായമെന്നാണ് ചിൽഡ്രൻസ് പാർക്കിനെ സ്കൂൾ അധികൃതർ വിശേഷിപ്പിച്ചത്. മീഡിയ ടൈം, മാള. ഫിറ്റ്നസ് മേഖലയിലെ ലോകത്തെ ആദ്യ ഐഡന്റിഫിക്കേഷൻ ലോഗോ പ്രകാശനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ഫിറ്റ്നസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായി തയ്യാറാക്കിയ ലോകത്തെ ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ ലോഗോ പ്രകാശനം കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. ലോഗോ പ്രകാശനത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ ഒരു ഫിറ്റ്നസും കാത്തു സൂക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് തൊട്ട് നാളെ മുതൽ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. ഇന്നും ആ ദിവസം മുന്നേറ്റത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ കുറേ പഠിക്കുന്ന സമയം മുതൽ ഞങ്ങളിങ്ങനെ സ്നേഹത്തിലെ തീരുമാനം എടുക്കുന്നതാണ്. നാളെ ഞങ്ങൾ തീരുമാനിക്കും, നാളെ ഉണ്ടായിരുന്നു, അടുത്ത ദിവസം തീരുമാനിക്കും, അടുത്ത ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഉറക്കം വന്ന് ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് മൊബൈൽ ഫോൺ വാങ്ങി ഇങ്ങനെ നോക്കിയിട്ടിരുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടെ അങ്ങനെ ലൈഫ് സ്റ്റൈലിലെ ഒരു പ്രശ്നം ഇപ്പോൾ ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് എത്തുന്നു, ഏതെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ഏതെങ്കിലും സമയത്തൊക്കെ അതിലൊക്കെ പോകുന്നു. നേരത്തെ അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ പലപ്പോഴും കൂടുതലായിട്ട് അങ്ങനെ ആയതോടുകൂടി വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിനകത്തൊരു ക്രമം ഉണ്ടാകുന്നതും നമ്മൾ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വ്യായാമം ചെയ്യുന്നതും ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. IGO ചെയർമാൻ എഡ്വിൻ വിൽസൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി നഷർബാൻ, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, സർക്കിൾ ഇൻസ്പെക്ടർ രമേശ്, ലോഗോ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ്, IGO ഭാരവാഹികളായ VG ബാബു, രാജീവ്, സിദ്ധാർത്ഥ്,
കൃഷ്ണകുമാർ, രാജറാം, അനീഷ് കുമാർ, ജോസ് പല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. IGO ഭാരവാഹികൾ, ഫിറ്റ്നസ് മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. തിരുനാളിനോടനുബന്ധിച്ച് അഷ്ടമിച്ചിറയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ വൈകിട്ട് എത്തിച്ചേർന്ന കണ്ണൂർ വിളക്കന്നൂർ ക്രിസ്തുരാജ പള്ളിയിൽ നിന്നും തെളിയിച്ച ദീപശിഖയ്ക്ക് അമ്പഴക്കാട് പള്ളിയിൽ സ്വീകരണം നൽകി. ഫൊറോന വികാരി ഫാദർ ജോസ് അരീക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ തണ്ടിയക്കൽ, കൈക്കാരന്മാരായ തോമസ് ഇല്ലിക്കാണി, പോൾ തെക്കിനിയത്ത്, വിജി കണിച്ചായി, തിരുനാൾ ജനറൽ കൺവീനർ ജോണി കോക്കാട്ടി, ദീപശിഖ പ്രയാണം കൺവീനർ ലിസൺ കാരാത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും തിരുനാൾ പ്രസുതേന്തി വാഴ്ചയും നടന്നു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ആൻഡ്രു ആലപ്പാടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് ദുക്രാന തിരുനാൾ. തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന, വിശുദ്ധന്റെ രൂപം പള്ളിയിൽ നിന്നും പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് നേർച്ചയൂട്ട്, തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. ദേശീയ അവാർഡ് ജേതാവും സംവിധായകനുമായ അന്തരിച്ച നടൻ സലിം കുമാറിനെ കൊടുങ്ങല്ലൂർ സംസ്കൃതി അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം ചിത്രകാരനും കലാസംവിധായകനുമായ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കൊടുങ്ങല്ലൂർക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാമുകൾക്കൊക്കെ ഉദ്ഘാടകനായിട്ട് അദ്ദേഹം കഴിഞ്ഞ 50ാം ജന്മവാർഷികത്തിന് വരെ അദ്ദേഹം വന്നിട്ടുള്ളതാണ്. ഒരു എണ്ണിയാ തീരാത്തത്ര എൻ്റെ പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിച്ച പോലെ നന്നാവാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും അദ്ദേഹം എന്നോട് പലപ്പോഴും ആലുവ ശാരികയിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്ന സമയം മുതലാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ ആലുവ ശാരികയിൽ പുതിയൊരു ആർട്ടിസ്റ്റായിട്ട് ജില്ലയിൽ ഞങ്ങളിവിടെ ഒരു ഗ്രാമ എന്ന് പറഞ്ഞിട്ട് എറിയാട് മഞ്ഞൾപ്പള്ളിയുടെ അവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രാമ എന്ന് പറഞ്ഞു. ആ ഗ്രാമയിൽ നിന്നാണ് കുറച്ച് ആർട്ടിസ്റ്റുകളെ ആലുവ ശാരികയിലേക്ക്, കടാമംഗലത്തുള്ള വിനോദും കാര്യങ്ങളും എല്ലാവരും അവരൊക്കെ ഉള്ള ട്രൂപ്പായിരുന്നു അന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ആയ ട്രൂപ്പിൽ വിജിക്കുട്ടനും ആയ ഒരു ആലുവ ശാരിക ട്രൂപ്പിൽ വന്നിരുന്നു. സലിം കുമാർ കണ്ണൂർ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് സലിം കുമാറിന് അങ്ങനെയാണ്. സംസ്കൃതി ചെയർമാൻ EK സോമൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് PS റഫീഖ്, തിരക്കഥാകൃത്ത് PS റഫീഖ്, നോവലിസ്റ്റ് TK ഗംഗാധരൻ, സംവിധായകൻ സിദ്ദിഖ് പറവൂർ, ES സാബു, പ്രതാപൻ നെല്ലിക്കത്തറ, VM ഷൈൻ, KM ജോസ്, AS ഗോപാലകൃഷ്ണൻ, ബിജോയ്, അരവിന്ദൻ, മുഹമ്മദ് ഉസ്മാൻ, സലിം CY, ആനന്ദ് P മേനോൻ, MK അബ്ദുൽ സലാം, AK അബ്ദുൽ സലാം, VK സെയ്തു, സുശീൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPI മാള കുരുവിലശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 14ാം വാർഡിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. വിദ്യാഭ്യാസ അനുമോദന സദസ്സ് CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. SLCക്കും +2-നൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കൊക്കെ തന്നെ അനുമോദനങ്ങളും അതോടൊപ്പം തന്നെ അവാർഡും വിതരണം നടത്തണം. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ SLC +2 കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ കൂടുതൽ കാര്യം നമ്മുടെ അവർ വളരെ ശ്രമകരമായ രീതിയിൽ പഠിച്ച് ഈ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കഴിഞ്ഞ തുടങ്ങിയാൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടന്നു പോകുന്ന 10ാം ക്ലാസ്സിലും അത് കഴിഞ്ഞാൽ +2-ലൊക്കെ തന്നെ അവർ ഏറ്റവും നല്ല ശ്രമകരമായ രീതിയിൽ പഠിച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഈ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളത്. വാർഡ് മെമ്പർ സിമി ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി പഠനോപകരണ വിതരണം നിർവഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, KK ഹഫ്സൽ, ബാലൻ MK, പുഷ്പാകരൻ KV, ആണ്ടവൻ PK, CP ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. കാർ തകർത്ത അക്രമികൾ വയോധികനായ പിതാവിനെയും മർദ്ദിച്ചു. കയ്പമംഗലത്ത് ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞ് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോക വോളിബോൾ വേദിയിൽ ഇനി മലയാളി വിസിൽ മുഴങ്ങും. ചൈനയിൽ നടക്കുന്ന അണ്ടർ 18 ലോക സ്കൂൾസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരം ജിബിൻ ജോർജ് നിയന്ത്രിക്കും. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.